അമാന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണാഭരണശാലയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു അമാന എംബ്രൈസ് പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി മുനീർ പ്രഖ്യാപിച്ചത്. അത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വഴി മുനീർ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. മുനീറിന് അതിനകത്ത് കൃത്യമായ പങ്കുണ്ട്. മുനീറാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത്. ദുബായിലാണ്. വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് അവിടെ താമസ സൗകര്യം ഒരുക്കുന്നു എന്നാണ് അവരുടെ സങ്കല്പം, എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്ന ധാരാളം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവരെയെല്ലാം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതി അവരാരംഭിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ നാട്ടിലെ അഭ്യസ്തവിദ്യരായ പാവപ്പെട്ട ചെറുപ്പക്കാരെ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘവുമായി കണ്ണുയർത്ത് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോളാണ് ലീഗിൻ്റെ സമുന്നതനായ നേതാവായിട്ടുള്ള MK മുനീർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം, UDF നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട്. ഗവൺമെൻറ്റും ഇത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. അയാൾ കേസിൽ പ്രതിയാണ്, ജയിലിൽ കിടന്ന ആളാണ്. നേരത്തെ 2017 തന്നെ അയാൾ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിരുന്നു. കരിപ്പൂരിലാണ് ആദ്യ കേസ് എന്നാണ് തോന്നുന്നത്. ഏതായാലും നിരവധി കേസുകളിൽ പ്രതിയാണ്. അയാളിപ്പോൾ ഗവേണിംഗ് ബോഡി അംഗമാണ് ഈ സ്ഥാപനത്തിൻ്റെ. അത് നമ്മളൊരു പരിപാടി സംബന്ധിച്ച് ഇപ്പം DYFയുടെ നേതൃത്വത്തിൽ ഒരു യൂത്ത് പ്രൊഫഷണൽ മീറ്റ് നാളെ തിരുവനന്തപുരത്ത് വെച്ച് ചേരുകയാണ്. കേരളത്തിലെ ഈ പ്രൊഫഷണൽ രംഗത്ത് തൊഴിലെടുക്കുന്ന വിവിധ വിഭാഗം ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ പന്ന സെബാസ്റ്റ്യൻ്റെ മരണം നമ്മൾ കണ്ടതാണ്. വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ഈ പ്രൊഫഷണൽ മേഖലയിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ DYFI സജീവമായി ഇടപെടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നാളെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന പ്രൊഫഷണൽ മീറ്റ് ഇതുപോലെയുള്ള ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതുകൂടാതെ നവകേരളത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പ്രൊഫഷണൽ യൂത്തിനെ കൂടുതൽ രംഗത്തിറക്കേണ്ടതുണ്ട്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിനെയെല്ലാം വലതുപക്ഷം വലിയ രൂപത്തിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള പ്രചരണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം രൂക്ഷമാവാൻ ഇടയാക്കുകയാണ്. അതിപ്പോൾ സിൽവർ ലൈനായി കഴിഞ്ഞാലും KFON ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ എല്ലാം കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന എഫേർട്ടിനെ ഇല്ലാതാക്കിയിട്ട് ഇവിടെ വികസനത്തെ തടസ്സപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഇത്തരം കാര്യങ്ങൾ വിജയകരമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഇവിടെ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വിവിധങ്ങളായ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവർക്ക് കേരളത്തിൽ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റം കൊണ്ടുവരണം. ഇപ്പം നോളജ് എക്കണോമിയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും കേരളത്തിലെ പ്രൊഫഷണൽ യൂത്ത് ഒത്തുചേരുന്നത് ഇത്തരം ആശങ്കകൾ കൂടി പങ്കുവെക്കാനും ഇതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശക്തമായ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് കേരളത്തിലെ പ്രൊഫഷണൽ യൂത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിലെ തെറ്റായ പ്രചരണത്തെ DYFI തുറന്നു കാണിക്കും. അതിനാവശ്യമായിട്ടുള്ള ഒരു ആദ്യ ഇടപെടലായിട്ടാണ് നാളെ തിരുവനന്തപുരം AKG ഹാളിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അൻവർ പറഞ്ഞൊരു കാര്യം, കണ്ണൂരിലെ ഒരു പ്രമുഖ CPM നേതാവ് തനിക്കൊപ്പം ഉണ്ട്, അതിനുള്ള പിന്തുണ തനിക്കുണ്ടോ എന്നതാണ്. അതിപ്പോൾ അൻവറിനോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അൻവർ കുറേ ദിവസമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, അൻവറിൻ്റെ കൂടെ കണ്ണൂരിലെ ഒരു പ്രമുഖനല്ല, ഒരു CPMൻ്റെ അനുഭാവി പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അൻവർ കണ്ണൂരിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല, അൻവർ CPMനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അൻവർ ഇപ്പോൾ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയിട്ട് കേരളം മൊത്തം അയാളുടെ കൂടെയാണ് എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അൻവറിന് സ്ഥലം മാറിപ്പോയി. അതുകൊണ്ട് കണ്ണൂരിൽ നിന്നല്ല, കേരളത്തിൻ്റെ ഒരു സ്ഥലത്തു നിന്നും CPMൻ്റെയോ DYFIയുടെയോ ഒരു അനുഭാവിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ വേണ്ടി കഴിയില്ല. ഇത് വെല്ലുവിളി തന്നെയാണ്.